Hi all, welcome to our channel Chandles Crafted Stone with Care. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ആൻറ്റീക്ക് കളക്ഷൻസ് ആണ്. ഓണം പ്രമാണിച്ച് കുറച്ച് ആൻറ്റീക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് മിഡിൽ പ്ലേറ്റ്സ് ആണ്. ഇതാ ഈ ടൈപ്പ് മിഡിൽ പ്ലേറ്റ്സ് ആണ് നമ്മൾ പൊതുവായി കടകളിലൊക്കെ കാണുന്നത്, കടകളിലേക്ക് കാണുന്നതും ആൾക്കാരുണ്ടാക്കുന്ന നമ്മൾ പല യൂട്യൂബ് ചാനലുകളിലും കാണുന്ന ഈ മിഡിൽ പ്ലേറ്റ്സ് ഒക്കെയാണ്. ഇതല്ലാതെ കുറച്ച് വെറൈറ്റി മിഡിൽ പ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഒരു തരം മിഡിൽ പ്ലേറ്റ്. ഈ മിഡിൽ പ്ലേറ്റിൽ നമുക്കിവിടെ മേളിൽ ഒരു ലെയറും താഴെ 3 ലെയറും ആക്കാം. അല്ലെങ്കിൽ ഇത് തിരിച്ച് മുകളിൽ 3 ലെയറും താഴെ ഒരു ലെയറും ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ഒരു മാലയുടെ ഇവിടെയോ ഇങ്ങനെയോ അല്ലെങ്കിൽ മാറി തിരിച്ച് ഇങ്ങനെയോ നമുക്ക് ഇടാവുന്നതാണ്. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന മറ്റൊരു മിഡിൽ പ്ലേറ്റ് ആണ്. ഇതാണ് ആ മിഡിൽ പ്ലേറ്റ്. ഇത് നമുക്ക് മിഡിൽ പ്ലേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ചോക്കറിനുള്ള രീതിയിൽ ചോക്കർ മാലയ്ക്ക് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാം. നടുക്ക് ലോക്കറ്റായിട്ട് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ലൊരു പ്രത്യേക ഭംഗിയുള്ളൊരു ഇതാണ് മിഡിൽ പ്ലേറ്റ് ആണ്. നടുക്ക് കണ്ട ഒരു പിങ്ക് സ്റ്റോൺ വന്നേക്കുന്നു. ചുറ്റും വളരെ മനോഹരമായ രീതിയിൽ വൈറ്റ് സ്റ്റോൺസ് വന്ന് കവർ ചെയ്തേക്കണം. വളരെ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇത് അടുത്ത ഫ്ലവർ ഷേപ്പ് മിഡിൽ പ്ലേറ്റ് ആണ്. ഇത് ഫ്ലവർ ഷേപ്പാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചോക്കറായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാലയിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ഇത് മിഡിൽ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബ്രേസ്ലെറ്റിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്കൊരു റിംഗ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയത്. അത്രയും നല്ല ഭംഗിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു മാല നമ്മൾ ഉടനെ ചെയ്ത് കാണിച്ചിരുന്നതാണ്. ഇതാ കണ്ടോ, ഇതാ അടുത്തൊരു മിഡിൽ പ്ലേറ്റ് ആണ്. ഇതൊന്ന് 6 ലെയറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ചെറുതാണെങ്കിൽ 6 ലെയർ, വലുതാണെങ്കിൽ 2 3 നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിഡിൽ പ്ലേറ്റ് ആണ്. കണ്ടോ, ഇത് ആനയുടെ ഷേപ്പാണ്. ആനയുടെ ഷേപ്പാണ്. ആന നടക്കുന്ന ഭംഗിയുള്ള ഒരു ഗ്രീൻ മുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും സറൗണ്ടഡ് ആയിട്ട് ഉണ്ട് നല്ല വൈറ്റ് സ്റ്റോൺസും ഉണ്ട്. ഇതിന് നല്ല ട്രഡീഷണൽ ലുക്കുണ്ട്. നമുക്ക് ആർക്ക് കണ്ടാലും എടുത്തു പോകാവുന്ന രീതിയിൽ ആർക്കൊരു ആരെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു മിഡിൽ പ്ലേറ്റ് ആണ് ഇത്. ഇതാകണ്ടോ, ഇത് അടുത്ത ടൈപ്പ് മിഡിൽ പ്ലേറ്റ് ആണ്. ഇതിൽ നമുക്ക് 4 ലെയർ മാലയൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ചെറിയ മുത്ത് മാലകൾ ചെയ്യാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് വൈറ്റ് മുത്തുകളായിരിക്കും, വൈറ്റ് ബീഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അത് നമുക്ക് സൈഡ് ലോക്കറ്റായിട്ട് ഇങ്ങനെ മാലയുടെ സൈഡ് ലോക്കറ്റായിട്ട് നമുക്ക് വെക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ 2 കമ്മലുകളും കൂടെ ഉണ്ട്. ഇത് പീക്കോക്ക് ഡിസൈൻ ആണ്. ട്രഡീഷണൽ വെയറിനോട് നല്ല നല്ല ഭംഗി കൂട്ടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അടുത്ത ഈ 3 ഡിസൈനും, ഇത് 3 ഡിസൈനാണ്. ഇത് 2 നമുക്ക് സൈഡ് ലോക്കറ്റ്, 3 നമുക്ക് സൈഡ് ലോക്കറ്റുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചോക്കർ മാലയ്ക്ക് ഭംഗി കൂട്ടുന്ന നടുക്കത്തെ ലോക്കറ്റായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സൈഡ് ലോക്കറ്റ്, അതായത് 2 അവിടെ എവിടെയും വെക്കുക. ഒരു 3 ലെയറോ 4 ലെയറോ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടല്ലോ, സരസ്വതി ദേവിയുടെ വൈറ്റ് സ്റ്റോൺസ് ഉള്ള ഒരു ആൻറ്റീക്ക് പീസാണ് ഈ ലോക്കറ്റ്. ഈ ഒരു ആൻറ്റീക്ക് ലോക്കറ്റ് നമ്മൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒന്നുകിൽ ഒരു ലോങ് ചെയിൻ, ഒരു ലോങ് പേൾ ചെയിൻ ലോക്കറ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു പ്രത്യേക കവറേജ് കിട്ടും. ഈ ഒരു ലോക്കറ്റിന് ഒരു ശ്രദ്ധ കിട്ടും. ഇത് രണ്ടാമത്തെ രീതിയാണ്. ഇത് കണ്ടല്ലോ, ഈ ഒരു മെയിൻ നമ്മുടെ ആൻറ്റി ലോക്കറ്റിനോട് ചേർന്ന് ഈ ചെറിയ ചെറിയ പീസുകൾ കൊടുത്തേക്കുവാണ്. അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആൻറ്റീക്കായിട്ടുള്ള ബീഡ്സ് ഇടാൻ പറ്റും. അത് ഇട്ടിട്ട് നമുക്കതൊരു നെക്ലേസ് ആക്കി മാറ്റാൻ പറ്റും. ഈ കണ്ടല്ലോ, ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ 2 ട്രഡീഷണൽ ആയിട്ടുള്ള ലോക്കറ്റുകളാണ്. ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബ്ലാക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ഭംഗിയും തോന്നുന്നു. ഇതും ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. നടുക്ക് റൂബി, പിന്നെ ഇവിടെ കോറൽ ബീഡ്സൊക്കെ വെച്ച്, അതായത് കുങ്കുരുവാണ് ഇത്. നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കുങ്കുരു എന്തോ പണ്ടുണ്ട്. ഈ കുങ്കുരു എന്താണെന്ന് അറിയാത്തവർ പഴയൊരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുങ്കുരു എന്തുവാന്ന്. ക്രോസിംഗ് മാല ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 സാധനങ്ങളാണ് ഈ 2 എണ്ണം. നമുക്കിത് വേണമെങ്കിൽ നമുക്കിത് സാധാ ലോക്കറ്റായിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് ക്രോസിംഗ് മാലകൾ ചെയ്യുമ്പോഴാണ്. സാധാരണ എല്ലാവരും ക്രോസിംഗിന് ഉപയോഗിക്കുന്നത് ഈ ദേവികളുടെയൊക്കെ ടൈപ്പ് ലോക്കറ്റുകളൊക്കെയാണ്, ലക്ഷ്മി ദേവിയുടെ ലോക്കറ്റൊക്കെയാണ് സാധാരണ ആൾക്കാർ എന്തിനാണ് ക്രോസിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് 2 എണ്ണം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം.